വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC ബയോളജിയിലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു വീഡിയോ. ഇതിന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് ന്യൂറോൺ എന്നതാണ്. അതായത് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ ന്യൂറോൺ എന്താണെന്ന് നോക്കാം. ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് പറയുന്നത് നമ്മുടെ നെർവ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കോശമാണ്, സെല്ലാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ന്യൂറോണുകൾ കൂടിച്ചേർന്നതാണ് നമ്മുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ന്യൂറോൺ. നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ അതേ പിക്ചറാണിത്. ന്യൂറോൺ. ഈ ന്യൂറോണിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ന്യൂറോണിലൂടെ നെർവ് ഇമ്പൾസ്, അതായത് മെസ്സേജുകൾ, ഈ നെർവ് ഇമ്പൾസ് കടന്നു പോകുന്നതിന് സഹായിക്കാൻ പറ്റിയ തരത്തിലുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് നെർവസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ അയച്ചുകൊണ്ടാണ്. അതായത് നെർവ് ഇമ്പൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ടാണ്. ഇത് ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലോട്ട് കടന്നു പോവുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലെത്തുകയും തലച്ചോറിൽ നിന്ന് തിരിച്ച് മറ്റു മെസ്സേജുകൾ കയ്യിലോട്ടും കാലിലോട്ടും അതുപോലെ മറ്റ് അവയവങ്ങളിലോട്ടും ഒക്കെ എത്തുന്നതും. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഈ ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന്. ആദ്യമായിട്ട് ഈ ഏറ്റവും തറ്റത്തായി, അതായത് ഏറ്റവും അറ്റത്തായി കാണപ്പെടുന്ന ഈ ഒരു മരത്തിൻ്റെ ചില്ല പോലെ കാണുന്ന ഭാഗങ്ങളാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരുപാടെണ്ണം, അതായത് ഒരു ന്യൂറോണിൽ ഒരുപാട് ഡെൻഡ്രൈറ്റുകൾ കാണപ്പെടുന്നുണ്ട്. ഈ ഡെൻഡ്രൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂറോണിലോട്ട് നെർവ് ഇമ്പൾസിനെ സ്വീകരിക്കുന്ന ഭാഗങ്ങളാണ് ഇവർ. അതായത് അടുത്തുള്ള ന്യൂറോണിൽ നിന്നും നെർവ് ഇമ്പൾസിനെ ഈ ഡെൻഡ്രൈറ്റ് വഴിയാണ് ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. ഇനി ഈ 2-3 ഡെൻഡ്രൈറ്റുകൾ കൂടിച്ചേരുന്നൊരു പോയിന്റ് വരുന്നുണ്ട്. അതാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രോൺ, അതായത് 2-3 ഡെൻഡ്രൈറ്റുകളെല്ലാം കൂടി വന്ന് ചേർന്ന് ഒരൊറ്റ ലൈനായി മാറുന്നു. അതാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡെൻഡ്രോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം, യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ ന്യൂറോണിൻ്റെ സെൽ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, സെൽ ബോഡി. ഇനി ഈ ഒരു സെൽ ബോഡിയുടെ നടുവിലായി നമ്മൾ സർക്കിളായി കാണിച്ചിട്ടുണ്ട്, അതായത് ചെറിയൊരു വട്ടമായി കാണിച്ചിട്ടില്ലേ, അതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതൊക്കെ സെൽ ബോഡി, ന്യൂക്ലിയസ്, ഇതൊക്കെ എല്ലാ സെല്ലിലും കാണപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു പ്ലാന്റ് സെല്ലാവട്ടെ, ഒരു എനിമൽ സെല്ലാവട്ടെ, അതിലൊക്കെ ഒരു സെൽ ബോഡിയും അതുപോലെ ഒരു ന്യൂക്ലിയസും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇനി ഈ ന്യൂക്ലിയസിനെ ചുറ്റി കാണുന്ന ഈ ഒരു ലിക്വിഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ സൈറ്റോപ്ലാസം. ഓക്കെ, സെൽ ബോഡി, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം. ഇനി അത് കഴിഞ്ഞാൽ നേരെ സെൽ ബോഡിയിൽ നിന്ന് ഒരു നീണ്ട ട്യൂബ് കാണുന്നില്ലേ, അതാണ് ആക്സോൺ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ് മെസ്സേജുകളെ സ്വീകരിക്കുന്നതെന്ന്. ഈ മെസ്സേജ് നമ്മുടെ ഡെൻഡ്രൈറ്റിലൂടെ അങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നേരെ നടുവിലെത്തും, അതായത് സെൽ ബോഡിയിലെത്തി. പിന്നെ സെൽ ബോഡിയിൽ നിന്ന് ഈ ഒരു നീണ്ട ട്യൂബായിട്ടുള്ള ആക്സോൺ വഴിയാണ് കടന്നു പോവുക. ഈ ആക്സോൺ വഴി ഇങ്ങനെ കടന്നു പോയതിന് ശേഷം ലാസ്റ്റ് ആക്സോണിൻ്റെ അറ്റത്ത് കണ്ടില്ലേ, വീണ്ടും അവ ബ്രാഞ്ചുകളായി മാറുന്നുണ്ട്. ആ പോയിന്റ്, അതായത് വീണ്ടും ഒരു 2-3 മെയിൻ ബ്രാഞ്ചായി മാറും ആദ്യം. അതിനെ നമ്മൾ എന്താ പറയുക? ആക്സോണൈറ്റ്. നമ്മൾ നേരത്തെ ഡെൻഡ്രൈറ്റ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ആക്സോണൈറ്റ്. ഇനി ഈ ആക്സോണൈറ്റിൻ്റെ ഏറ്റവും തറ്റത്തായി, അതായത് കുഞ്ഞു കുഞ്ഞു ബൾബ് പോലെ കാണുന്നുണ്ടല്ലോ, അതാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഈ സിനാപ്റ്റിക് നോബിന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സോൺ വഴി കടന്നു വന്ന നമ്മുടെ നെർവ് ഇമ്പൾസ് ഉണ്ടല്ലോ, ഇത് അടുത്ത ന്യൂറോണിലോട്ട് കടക്കണം. അടുത്ത ന്യൂറോണിലോട്ട് നേരിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സിനാപ്റ്റിക് നോബ് ഒരു കെമിക്കൽ അങ്ങോട്ട് പുറത്തുവിടും, ഒരു കെമിക്കൽ സെക്രീറ്റ് ചെയ്യും.
ആ കെമിക്കലാണ് ഒരു ന്യൂറോണിൽ നിന്നും തൊട്ടടുത്തുള്ള അയൽവാസി ന്യൂറോണിലോട്ട് നമ്മുടെ മെസ്സേജ് എത്തിക്കുന്നത്. അതാണ് സിനാപ്റ്റിക് നോബിൻ്റെ പ്രത്യേകത. സിനാപ്റ്റിക് നോബ് ഇങ്ങനെ പുറത്തുവിടുന്ന കെമിക്കലിനെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് പറയുക. ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് ന്യൂറോണിലെ നെർവ് ഇമ്പൾസിനെ അടുത്തതിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക പറഞ്ഞെങ്കിൽ സെൻഡ് ചെയ്യാനുള്ള ആള്, അതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ സിനാപ്റ്റിക് നോബായിരിക്കും. ഇനി ഈ ഒരു ആക്സോണിന് ചുറ്റി വൈറ്റ് കളറിൽ ഒരു പ്രത്യേക സെല്ല് കാണുന്നുണ്ടല്ലോ, ഒരുപാടെണ്ണം കാണുന്നുണ്ട് ഇവിടെ. അതാണ് നമ്മുടെ ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. ഷ്വാൻ സെൽ. ഇനി ഈ ഒരു ഷ്വാൻ സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഈ ചെമ്പ് ഇലക്ട്രിക് കേബിൾ കണ്ടിട്ടുണ്ടല്ലോ. ഇലക്ട്രിക് കേബിളിൻ്റെ പ്രത്യേകത എന്താ? അതിനുള്ളിലൂടെ നമ്മുടെ ചെമ്പ് കമ്പിയൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. പക്ഷെ അതിന് ചുറ്റിയാണല്ലോ ആ പുറത്തുള്ള ബ്ലൂ കളറിലും റെഡ് കളറിലും ബ്ലാക്ക് കളറിലും ഒക്കെ ഉള്ള ഒരു കോട്ടിങ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഈ ന്യൂറോണിലും, അതായത് ആക്സോണിനെ ചുറ്റി കാണുന്നതാണ് ഈ ഷ്വാൻ സെല്ല്. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷ്വാൻ സെല്ലാണ് നമ്മുടെ ആക്സോണിനെ എപ്പോഴും സംരക്ഷിക്കുന്നത്. അതായത് ഒരു സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഷ്വാൻ സെൽ അവിടെ ഉള്ളത്. മാത്രമല്ല വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്സോണിലൂടെ നമ്മളെ മെസ്സേജ് ഉണ്ടല്ലോ, നെർവ് ഇമ്പൾസ്, ഇത് പാസ് ചെയ്ത് പോവില്ലേ. അപ്പോൾ ആ പാസ് ചെയ്ത് പോകുന്നതിൻ്റെ വേഗത കൂട്ടാനും ഈ ഒരു ഷ്വാൻ സെല്ല് സഹായിക്കും, സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതൊക്കെയാണ് ഷ്വാൻ സെല്ലിൻ്റെ പ്രത്യേകത. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഭാഗത്ത് നോക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ന്യൂറോണിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആദ്യം ഒരു നെർവ് ഇമ്പൾസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെൻഡ്രൈറ്റ് ഉണ്ടായിരിക്കും. പിന്നെ അത് കടന്നു വരുമ്പോൾ ഒരു ഡെൻഡ്രോൺ ഉണ്ട്. ദെൻ ആ ഡെൻഡ്രോൺ വന്നു കഴിഞ്ഞാൽ അടുത്തത് ഒരു സെൽ ബോഡി ഉണ്ടായിരിക്കും. പിന്നെ ആ സെൽ ബോഡി കടന്നു പോയാൽ ആക്സോണിനെ ചുറ്റി ഷ്വാൻ സെല്ല്. പിന്നെ ആ ആക്സോൺ അവസാനിക്കുന്നത് ആക്സോണൈറ്റ്. ആൻഡ് അതിൻ്റെ അറ്റത്തായി കാണുന്നതാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ന്യൂറോണിൻ്റെ മെയിൻ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേറൊരു ടേം നോക്കാം. മൈലിൻ ഷീത്ത്. എന്താണ് മൈലിൻ ഷീത്ത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ ഷ്വാൻ സെൽ എന്ന് പറയുന്നത് ആക്സോണിനെ ചുറ്റിയാണ് കാണുന്നതെന്ന്. നേരത്തെ ഒരു എക്സാമ്പിളും പറഞ്ഞു. നമ്മുടെ ഇലക്ട്രിക് കേബിളിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മുടെ ചെമ്പ് കമ്പി പോണത്, അതിനെ ചുറ്റിയാണിത് കാണുന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ നമ്മുടെ ആക്സോണിനെ ചുറ്റി കാണുന്നതാണ് മൈലിൻ ഷീത്ത്. ആക്സോണിനെ ചുറ്റി കാണുന്ന ഒരു കൊഴുപ്പോട് കൂടിയിട്ടുള്ള ഒരു കവറിംഗ് ആണ് മൈലിൻ ഷീത്ത്. ഇനി ഈ ഒരു മൈലിൻ ഷീത്ത് രണ്ട് തരത്തിലുണ്ടാവും. ഒന്നുകിൽ മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നത് ഷ്വാൻ സെല്ല് കൊണ്ടാണ്. അതായത് ആക്സോണിന് ചുറ്റി ഒരുപാട് ഷ്വാൻ സെല്ലുകൾ ഫോം ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഈ ആക്സോണിനെ സംരക്ഷിക്കാൻ ഷ്വാൻ സെല്ലിന് പറ്റും. ഇനി മറ്റൊരു തരത്തിലും കൂടെ നമ്മുടെ മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നുണ്ട്. അത് വേറൊരു ടൈപ്പ് സെല്ല് കൊണ്ടാണ്. അതിനെ പറയുന്ന പേരാണ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്. അതായത് ഒരു ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷ്വാൻ സെല്ലായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ ഒലിഗോ ഡെൻഡ്രോസൈറ്റ് ആയിരിക്കും ഉണ്ടാവുക, മറ്റു ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടാവാറില്ല. അതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഷ്വാൻ സെല്ല് കാണുന്നത് പ്രധാനമായിട്ടും നമ്മുടെ അതായത് തലച്ചോറും സ്പൈനൽ കോഡും അല്ലാത്ത മറ്റ് ന്യൂറോണുകൾ ഉണ്ടല്ലോ, മറ്റു ഭാഗങ്ങളിലെ ന്യൂറോണുകൾ, അവിടെയൊക്കെയാണ് നമ്മുടെ ഷ്വാൻ സെല്ല് കാണുന്നത്. ഒലിഗോ ഡെൻഡ്രോസൈറ്റ് ആണ് നമ്മുടെ മെയിൻ എന്ന് ഓർത്തു വെക്കുക. ഒലിഗോ ഡെൻഡ്രോസൈറ്റ് ഇതാ ഈ ഒരു കാണിച്ചിട്ടുള്ളതാണ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്. ഈ ഒരു ഒലിഗോ ഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലും അതുപോലെ സ്പൈനൽ കോഡിലുമുള്ള ചില പ്രത്യേക നെർവുകളെയാണ് അത് കവർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഒരു ബ്ലൂ കളറിൽ കവർ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ന്യൂറോണിൻ്റെ ആക്സോൺ അതിൻ്റെ നടുവിലൂടെ പാസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ചുറ്റി ഒരു കവർ പോലെ ഫോം ചെയ്യുന്നതാണ് ഈ ഒലിഗോ ഡെൻഡ്രോസൈറ്റ്. അപ്പോൾ ഈ ഒരു ഒലിഗോ ഡെൻഡ്രോസൈറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി മറ്റൊരു പ്രത്യേകത, ഒരു ഒലിഗോ ഡെൻഡ്രോസൈറ്റിന് തന്നെ ഒരുപാട് ആക്സോണുകളെ കവർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഒലിഗോ ഡെൻഡ്രോസൈറ്റിൻ്റെ രണ്ട് അറ്റത്ത് വന്നിട്ടുള്ള ഒരു ന്യൂറോണിൻ്റെ ആക്സോണ്, മറ്റ് രണ്ടറ്റത്ത് വന്നിട്ടുള്ളത് വേറൊരു ന്യൂറോണിൻ്റെ ആക്സോണാണ്.
അങ്ങനെ ഒരു ഒലിഗോഡെൻഡ്രോസൈറ്റിന് തന്നെ ഒരുപാട് ന്യൂറോണുകളെ കവർ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഷ്വാൻ സെല്ലിന് അങ്ങനെ പറ്റില്ല. അപ്പോൾ ഷ്വാൻ സെല്ലും ഒലിഗോഡെൻഡ്രോസൈറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇത് രണ്ടും മൈലിൻ ഷീത്ത് ഉണ്ടാവാനുള്ള സഹായിക്കുന്നവരാണ്. ഒലിഗോഡെൻഡ്രോസൈറ്റ് ആണ് മെയിൻ എന്ന് ഓർത്തു വെക്കുക. അതായത് ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള ചില നെർവുകളൊക്കെ കവർ ചെയ്യുന്നത് നമ്മുടെ ഒലിഗോഡെൻഡ്രോസൈറ്റ് ആയിരിക്കും. ഇനി എന്താണ് ഈ മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻ? എന്തിനാണ് ഈ മൈലിൻ ഷീത്ത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ ഒരു ആക്സോണിന് എന്തെങ്കിലും ഡാമേജുകൾ വരുന്നുണ്ടെങ്കിൽ, അതായത് ഉള്ളിലൂടെ പോകുന്ന ആക്സോൺ ഉണ്ടല്ലോ, അതിന് എന്തെങ്കിലും ഡാമേജുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷ്വാൻ സെല്ല്. അതായത് ഒറ്റയടിക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്ക് കേടുവരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എന്ത് സാധനം കവർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ ഉള്ളിലുള്ള ആക്സോണിന് ഒരു കേടും വരാണ്ട് അല്ലെങ്കിൽ ഒരു ഡാമേജും വരാണ്ട് പോവാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചുറ്റിയിട്ടുള്ള ഈ ഒരു ഷ്വാൻ സെല്ലും ഒലിഗോഡെൻഡ്രോസൈറ്റും ഒക്കെ കാണുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഉള്ളിലൂടെ പോകുന്ന ഈ ആക്സോണിന് വേണ്ട ഓക്സിജൻ കിട്ടണം. അതുപോലെ മറ്റ് പോഷകങ്ങളായിട്ടുള്ള അതിന് വേണ്ട എന്തൊക്കെ പോഷകങ്ങളുണ്ടോ അതൊക്കെ വേണം, ന്യൂട്രിയൻസ് വേണം. ഇത് രണ്ടും, അതായത് ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു മൈലിൻ ഷീത്ത് കാണുന്നത്. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് ഇതിനുള്ളിലൂടെയാണ് നമ്മുടെ മെസ്സേജ് പോകുന്നത്, നെർവ് ഇമ്പൾസ് പോകുന്നത്. അപ്പം ഈ ഒരു നെർവ് ഇമ്പൾസിൻ്റെ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടി സഹായിക്കാനും ഈ ഒരു മൈലിൻ ഷീത്ത് ഉപയോഗിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മൈലിൻ ഷീത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? 2 ടൈപ്പ് സെല്ല് കൊണ്ടാണ്, ഷ്വാൻ സെല്ലും ഒലിഗോഡെൻഡ്രോസൈറ്റും. ഇതിൽ ഒലിഗോഡെൻഡ്രോസൈറ്റ് ആണ് ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒക്കെ കാണുന്നത്. മറ്റു ഭാഗങ്ങൾ, ബ്രെയിനും സ്പൈനൽ കോഡും അല്ലാതെ കയ്യിലും കാലിലും മറ്റൊരുപാട് ഭാഗത്ത് നമ്മുടെ നാഡികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെയൊക്കെ കാണാൻ സാധ്യത കൂടുതൽ നമ്മുടെ ഷ്വാൻ സെല്ലായിരിക്കും. ഇനി ഫങ്ഷൻസ് നേരത്തെ പറഞ്ഞത് തന്നെ, ന്യൂട്രിയൻസ് കൊടുക്കുക, ഓക്സിജൻ കൊടുക്കുക, അതുപോലെ ഇമ്പൾസിൻ്റെ സ്പീഡ് കൂട്ടുക. സ്പീഡ് കൂട്ടുന്നതിനാണ് നമ്മൾ ആക്സിലറേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇമ്പൾസിൻ്റെ സ്പീഡ് കൂട്ടുക, അതുപോലെ അതിനെ മറ്റ് എക്സ്റ്റേണലി വരുന്ന, പുറത്തുനിന്ന് വരുന്ന ഷോക്കുകൾ, മറ്റ് ഡാമേജുകൾ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ മൈലിൻ ഷീത്തിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പം നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ചിത്രം നോക്കുക, അതായത് നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ ആ ന്യൂറോണിൻ്റെ പിക്ചർ. അപ്പോൾ അതിൽ കണ്ടില്ലേ, ആക്സോണിനെ ചുറ്റി വന്ന ആ ഷ്വാൻ സെല്ല്. ഈ ഷ്വാൻ സെല്ലൊക്കെ വൈറ്റ് കളറിലാണ് കാണുക. അതായത് കൂടുതലായിട്ടും ഷ്വാൻ സെൽ എന്നല്ല, മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവുകളൊക്കെ പൊതുവെ വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഭാഗത്തുള്ള ഒരുപാട് ന്യൂറോണുകൾ ഈ ഒരു കവറിങ് ഉള്ളവരാണ്, അതായത് മൈലിനേറ്റഡ് ആണ്. മൈലിൻ ഷീത്തുള്ളവരെ നമ്മൾ മൈലിനേറ്റഡ് എന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ തലച്ചോറിലുള്ള അല്ലെങ്കിൽ സ്പൈനൽ കോഡിലുള്ള ഒരു ഗ്രൂപ്പ് ന്യൂറോണുകൾ എടുത്തു. ആ ന്യൂറോണുകൾക്ക് മൊത്തം ഈ ഒരു കവറിങ് ഉണ്ട്, അതായത് വൈറ്റ് കളറിലുള്ള മൈലിനേഷൻ എന്ന് പറയുന്ന കവറിങ് ഉണ്ട്. അങ്ങനെയാണെന്ന് നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ നമുക്കതൊരു വെള്ള കളറിലല്ലേ കാണുക. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെന്താ പറയുക? വൈറ്റ് മാറ്റർ എന്നാണ് പറയുക. മനസ്സിലായാലോ? മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവുകൾ ഒരു കൂട്ടമായി നിൽക്കുന്ന ഭാഗത്തിനെ പൊതുവെ നമ്മൾ വൈറ്റ് കളറിൽ കാണുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറയുന്നു? വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. അത് പ്രധാനമായിട്ടും കാണുന്ന എവിടെയാണ്? നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലുമാണ്. ഇനി അടുത്തതാണ് ഗ്രേ മാറ്റർ. ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് മാറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഈ ഒരു കവറിങ് ഇല്ലാത്ത ന്യൂറോണുകളാണ് ഒരുപാടെണ്ണം ഒരുമിച്ചിരിക്കുന്നതെന്ന് നോക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ന്യൂറോണിനും ഈ ഒരു വൈറ്റ് കളറിലുള്ള കവറിങ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നു. അപ്പം നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോണുകളായിരിക്കും അവ, അല്ലെങ്കിൽ നെർവ് സെല്ലുകളായിരിക്കും. അങ്ങനെയുള്ള ഭാഗങ്ങളെ നമ്മൾ എന്താ പറയുക? ഗ്രേ മാറ്റർ എന്നാണ് പറയുക. അപ്പം അതാണ് വൈറ്റ് മാറ്ററും അതുപോലെ ഗ്രേ മാറ്ററും. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് എന്താണ് ന്യൂറോൺ, എന്താണ് മൈലിൻ ഷീത്ത്, എന്താണ് ഗ്രേ മാറ്റർ, എന്താണ് വൈറ്റ് മാറ്റർ. ഇത്രയുമാണ് ഈ ഒരു വീഡിയോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു. ലൈക്ക്, share, comment and subscribe.